നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രതിരോധ മരുന്നുകളിലൂടെ ശക്തമായ ഒരു സാമൂഹ്യ പ്രതിരോധം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് അഭിപ്രായപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാതല ഉദ്ഘാടനം മാളയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ പ്രതിരോധ ശേഷി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാക്സിൻ തുള്ളിമരുന്ന് നൽകുന്നത്. വ്യക്തികളുടെ പ്രതിരോധ ശേഷി ഉയർത്തുന്നത് അത് സമൂഹത്തിനും കൂടി ഒരു ഗുണകരമാണ്. ഒരു സാമൂഹ്യ പ്രതിരോധം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ പോളിയോ വിതരണത്തിന്റെ ഭാഗമാകുമ്പോൾ അവരെല്ലാം തന്നെ ആർജിച്ചെടുക്കുന്ന അവരുടെ പ്രതിരോധ ശേഷി ഒരു സമൂഹത്തിനാകെ ഒരു പ്രതിരോധ ശേഷിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പോളിയോ വളരെ പ്രധാനപ്പെട്ട ഈ തുള്ളിമരുന്ന് കൊടുക്കുന്ന ഈ പരിപാടി വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. ഇതിലേക്ക് ജനപ്രതിനിധി കൂടിയതിലേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിക്കൊണ്ടാണ് മന്ത്രി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രോഗികൾക്കെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണവും സമയബന്ധിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളും നാടിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. മാളയിൽ കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. മാള സർക്കാർ ആശുപത്രിയുടെ വികസന കാര്യത്തിലും മന്ത്രി നിർണായകമായ ഉറപ്പ് നൽകി. ആശുപത്രിയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമുള്ള നടപടികൾ സർക്കാർ തലത്തിൽ വേഗത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ ജില്ലയിൽ 5 വയസ്സിനു താഴെയുള്ള 1,73,897 കുട്ടികൾക്കായി 1,877 ബൂത്തുകളാണ് പൾസ് പോളിയോ വിതരണത്തിനായി സജ്ജീകരിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി.പി. മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ് സന്ദേശം നൽകിയ ചടങ്ങിൽ ജില്ലാ RCH ഓഫീസർ ഡോക്ടർ N.A. ഷീജ വിഷയാവതരണം നടത്തി. വിവിധ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.K. രാധാകൃഷ്ണൻ, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പ് ചെഞ്ചോസ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുജ അലോഷ്യസ്, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ മുഹമ്മദ് ഫവാസ് തുടങ്ങിയവർ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു. കാട്ടാന കവർന്ന മാതൃസ്നേഹത്തിന് പകരമാകാൻ വനം വകുപ്പ്. ചിന്നക്കനാലിലെ അനാഥരായ കുട്ടികളെ ചരിത്രത്തിൽ ആദ്യമായി ദത്തെടുത്ത് വനം വകുപ്പ്. കാട്ടാന ആക്രമണത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട് ജീവിതം ഇരുളിലായ 2 കുരുന്നുകൾക്ക് ഇനി വനം വകുപ്പിന്റെ കരുതൽ. ചിന്നക്കനാലിൽ അമ്മയുടെ ദാരുണ വിയോഗത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന കുട്ടികളെ ചരിത്രത്തിൽ ആദ്യമായി വനം വകുപ്പ് ദത്തെടുക്കുകയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചു. മാതൃസ്നേഹത്തിന് പകരമാകില്ലെങ്കിലും ജീവിതം സുരക്ഷിതമാക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ ജൂൺ 8-നായിരുന്നു ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ അമ്മ മാരി കുട്ടികളുടെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. 1 വർഷം മുമ്പ് അച്ഛനെയും നഷ്ടപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് അമ്മ മാത്രമായിരുന്നു ഏകാശ്രയം. പതിവ് പോലെ അമ്മയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് നടന്നുപോയ ആ രാവിലെയാണ് അവരുടെ ജീവിതം മാറിമറിഞ്ഞത്. കാട്ടാനയുടെ ആക്രമണത്തിൽ അമ്മ ചോരയിൽ കുളിച്ചു വീഴുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ആ ദാരുണ ഓർമ്മ ഇന്നും ആ കുഞ്ഞു മനസ്സുകളെ വേട്ടയാടുകയാണ്. ആ അനാഥരായ കുട്ടികളുടെ വീട്ടിലെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോൺ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനം വകുപ്പ് കുട്ടികളെ ദത്തെടുക്കുന്ന തീരുമാനം പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് സമ്മാനമായി നൽകിയ 2 സൈക്കിളുകൾ ആ കണ്ണീർ വീട്ടിൽ ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചെങ്കിലും ആ സൈക്കിളിൽ കയറിപ്പോകുന്ന മക്കളെ നോക്കി നിൽക്കാൻ ഇനി അവരുടെ അമ്മയില്ലെന്ന യാഥാർത്ഥ്യം ഏവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സ, ഭക്ഷണം, ദൈനംദിന ചെലവുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും വനവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി പ്രസ്താവിച്ചു. പ്രതിമാസം 5000 രൂപ ധനസഹായം, സ്കൂൾ ഫീസ്, റേഷൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയും വകുപ്പ് ഉറപ്പാക്കും. ഭാവിയിൽ സ്വന്തമായ ഒരു വീട് ആവശ്യമായി വന്നാൽ അതും നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. കുട്ടികൾക്കായി പ്രത്യേകം മെന്ററെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ബന്ധുകൂടിയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ N. രമേശനാണ്
സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല, ഇതിനാവശ്യമായ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് സാങ്കേതിക നടപടികളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. വന്യമൃഗ ആക്രമണത്തിൽ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന പുതിയ മാതൃകാപരമായ ഇടപെടലായാണ് ഈ പദ്ധതിയെ മന്ത്രി വിശേഷിപ്പിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടപരിഹാരത്തിനോ സർക്കാർ സഹായങ്ങൾക്കോ മാതൃസ്നേഹത്തിന് പകരമാകാനാവില്ല. എന്നാൽ ജീവിതം തകർന്നുപോയ 2 കുഞ്ഞുങ്ങൾക്ക് ഇനി അവർ ഒറ്റയ്ക്കല്ലെന്ന ഉറപ്പാണ് വനം വകുപ്പ് നൽകുന്നത്. കാട് കവർന്ന മാതൃസ്നേഹത്തിന്റെ ശൂന്യത പൂർണ്ണമായി നികത്താനായില്ലെങ്കിലും ആ ജീവിതങ്ങൾക്ക് കാവലായി ഇനി സർക്കാരിന്റെ കരുതൽ കൈകൾ ഉണ്ടാകുമെന്ന സന്ദേശത്തോടെയാണ് ഈ പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നത്. ഫുട്ബോളാണ് ലഹരി. ലഹരി വിരുദ്ധ സന്ദേശവുമായി ചാലക്കുടി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ കായിക കരുത്തിന്റെ പ്രതിരോധവുമായി ചാലക്കുടി. ഫുട്ബോളാണ് ലഹരി എന്ന ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ചാലക്കുടി നഗരസഭ നന്മ ലഹരി പദ്ധതിയുമായി എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പദ്ധതിയും സംയുക്തമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ആവേശകരമായ ഈ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം അരങ്ങേറിയത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ 26-ാം തീയതി ലോകമെമ്പാടും ഇന്നലെ ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് നാം ആചരിച്ചിരുന്നു. ലഹരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, വ്യക്തിയെയും ആളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ സമൂഹത്തെയും ബാധിക്കുന്ന വലിയ ഒരു സാമൂഹ്യ വിപത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിന് ഇതിൽ വിമുക്തി മിഷൻ എന്ന പേരിലാണ് ധാരാളം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. നമ്മൾ മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ, പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നാണ് നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാൽ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജനപ്രതിനിധികൾ, വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ, ക്ലബ്ബുകൾ, കലാകായിക താരങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവരടക്കം 100ഓളം ടീമുകളാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഈ ആവേശ പോരാട്ടത്തിൽ അണിചേർന്നത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ പുരുഷ വിഭാഗത്തിൽ ക്രാക്ട് ചാലക്കുടി 1ാം സ്ഥാനവും നഗരസഭാ ഓഫീസ് ടീമായ അർജന്റീന ഫാൻസ് 2ാം സ്ഥാനവും തരംഗ് ചാലക്കുടി 3ാം സ്ഥാനവും സ്വന്തമാക്കി. വനിതാ വിഭാഗത്തിൽ അലവി സെന്ററിലെ ടീം നവോദയ 1ാം സ്ഥാനവും തച്ചുടപ്പറമ്പ് ടീം ഫ്രാൻസ് 2ാം സ്ഥാനവും വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് 3ാം സ്ഥാനവും നേടി. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ KV പോൾ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനി പോൾ, ഷിഫാത്ത് സന്തോഷ്, ജിയോ കിഴക്കന്തല, ലിജി ജോജി എന്നിവർ സംസാരിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു ആലപ്പൻ, ജിൽ ആന്റണി, വാർഡ് കൗൺസിലർമാരായ VJ ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, റൈസൺ ആലുക്ക എന്നിവരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ കലാഭവൻ ജയൻ, മുരളി ചാലക്കുടി, പ്രദീപ് പുലാനി തുടങ്ങിയവരും പരിപാടികൾക്ക് ആശംസകൾ നേർന്നു. കായിക വിനോദങ്ങളിലൂടെ ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സാധിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അടിവരയിട്ട് പറഞ്ഞു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് വിവാദത്തിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അംഗം അനിൽ മിശ്ര എന്നിവർ രാജിവെച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് രാജി. സംഭവത്തിൽ ഇതുവരെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയ അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസിൽ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ക്ഷേത്ര ട്രസ്റ്റ് സ്ഥിരീകരിച്ചു.
സംഭാവനകൾ വകമാറ്റി ചെലവഴിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് ഇരുവരുടെയും രാജി. ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങൾ ദുഃഖകരമാണെന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ട്രസ്റ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് നിർണായക നീക്കങ്ങൾ ഉണ്ടായത്. ഭക്തർ സമർപ്പിച്ച കാണിക്കയും സംഭാവനകളും കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ നിന്ന് ഏകദേശം 7.5 കോടി രൂപ കാണാതെയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അവിനാഷ് ശുക്ല, അനുകൽപ മിശ്ര, ലവ് കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ് ഉൾപ്പെടെ 8 പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത, അഴിമതി നിരോധന നിയമം എന്നിവയിൽ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവം പുറത്തു വന്നതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് BJP. സംഘപരിവാർ സംഘടനകളുടെ ഭാരവാഹികളാണ് പ്രതിക്കൂട്ടിൽ എന്നതിനാൽ വിഷയം ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും BJPക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ പാർലമെന്റിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന. തൃശൂർ ജില്ലയിലെ മാള കാട്ടിക്കരക്കുന്നിൽ കുടിവെള്ള പദ്ധതി നിർമ്മാണോദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷ് നിർവഹിച്ചു. 350 കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമാകും. കുടിവെള്ളക്ഷാമം നേരിടുന്ന മാള ഗ്രാമപഞ്ചായത്തിലെ കാട്ടിക്കരക്കുന്ന പ്രദേശവാസികൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കായികക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജെനീഷ് നിർവഹിച്ചു. നിയോജകമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളക്ഷാമമാണെന്നും ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനാണ് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതിന്റെ ഭാഗമായി നിലവിലെ ജലസംഭരണി പൊളിച്ചു മാറ്റി അത്ര തന്നെ ശേഷിയുള്ള പുതിയ ജലസംഭരണി നിർമ്മാണവും നിലവിലെ കിണറിന്റെയും പമ്പോസിന്റെയും പുനരുദ്ധാരണവും 2 HP പുതിയ 2 മോട്ടോർ പമ്പ് സെറ്റുകൾ അങ്ങനെ എടുക്കുമ്പോഴൊന്നും മോട്ടറല്ല, പക്ഷെ അതിന്റെ വൈനിങ് മറ്റു കാര്യങ്ങളൊക്കെ സമയമെടുത്താണ് പൂർത്തീകരിച്ചത്. ഇനി പുതിയൊരു മോട്ടോർ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ തന്നെ 2 പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജല അതോറിറ്റി മാള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ബാബു പദ്ധതി വിശദീകരണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 54.31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. കേരള വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട ഡിവിഷന്റെ സാങ്കേതിക അനുമതിയോടെ വാട്ടർ അതോറിറ്റി തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 9 മാസത്തിനകം പണി പൂർത്തിയാക്കി തുടർ നടത്തിപ്പിനായി പദ്ധതി ഗുണഭോക്തൃ സമിതിക്ക് കൈമാറുകയാണ് ലക്ഷ്യം. പഴയ 20,000 ലിറ്റർ ജലസംഭരണി ഒളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുക, കിണറും പമ്പ് ഹൗസും നവീകരിക്കുക, 2 പുതിയ മോട്ടോറുകൾ സ്ഥാപിക്കുക, പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ. ശുദ്ധമായ വെള്ളം ഉറപ്പാക്കാൻ പ്രഷർ ഫിൽറ്ററും ക്ലോറിനേഷൻ സംവിധാനവും ഒരുക്കും. തുടർ പദ്ധതികൾ കൂടി പൂർത്തിയാക്കുന്നതോടെ മാള പഞ്ചായത്തിലെ 21 വാർഡുകളിലെ 350ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി വെമ്പിൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോഷി കാഞ്ഞുത്തറ, TK ജിനേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.